അപ്പോൾ കുറച്ച് ചോറെടുക്കാം. ഇങ്ങോട്ടാണ് രാവിലത്തെ ഒരു യാത്ര. ഒരു നിവർത്തില്ല, ഇങ്ങനത്തെ കഴിക്കാൻ തോന്നുന്നുണ്ട്. ലോട്ടറി ഒക്കെ അടിക്കുന്ന ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യമാണ് ഇപ്പൊ ഒരു എന്താണ് എന്താ കിട്ടിയത്? വടാപ്പാവോ? എന്താ കിട്ടി? വടാപ്പാവല്ല, സമൂസ പാവ്. അതെന്താണെന്ന് നമുക്ക് നോക്കാൻ പോയിട്ട്. ഇങ്ങോട്ടാണ് രാവിലത്തെ ഒരു യാത്ര. ഞങ്ങൾ വിചാരിച്ചു കുറേ ദിവസമായി നല്ല ഫിഷ് കഴിച്ചിട്ട്, അതായത് ഫിഷ് കഴിച്ചിട്ട് കുറേ ദിവസമായില്ലേ, അതുകൊണ്ട് ഫിഷ് വാങ്ങാൻ പോവാന്ന്. കുറേ കാലമായി ഞങ്ങൾ വല്ല മാർക്കറ്റിലും പോയിട്ട് അല്ലെങ്കിൽ ഫിഷ് മോംഗേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഫിഷ് വാങ്ങിയിട്ട്. അപ്പം നമ്മളുടെ വീട്ടിനടുത്ത് ഒരു 10-20 മിനിറ്റ് ഡ്രൈവിൻ്റെ ദൂരത്തിൽ ഉണ്ട് ഒരു ഫിഷ് മോംഗേഴ്സ്. അപ്പം അവിടേക്ക് ഞങ്ങൾ രണ്ടാളും കൂടി പോവാണ്. അതെ, നല്ല ഫ്രഷ് ഫിഷ് കഴിക്കാന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ചും നമ്മള് തലശ്ശേരിയൊക്കെ ആണെങ്കിൽ നല്ല ഒരുപാട് ഫിഷ്. അതെ, വീട്ടില് ഫിഷ് ഇല്ലാത്ത ദിവസം ഉണ്ടാവാറില്ലേ ശരിക്കും പണ്ടൊക്കെ. ഇപ്പൊക്കെ കുറവാണ്. പക്ഷെ വേറൊരു കാര്യം ഉണ്ടായിട്ടാ, ഇന്ന് ആരാണ് ഫിഷ് കറി ഉണ്ടാക്കണേ? ഫിഷ് കറി ഞാൻ ഉണ്ടാക്കും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, മെനു സെറ്റ് ചെയ്യാം. ഫിഷ് കറി ഉണ്ടാക്കാം, ഫിഷ് കൊണ്ട് തോരൻ ഉണ്ടാക്കാം, ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം, പിന്നെ വേണമെങ്കിൽ ഒരു രസം ഉണ്ടാക്കാം. രസവും മീൻ ഫ്രൈയും ഒരു നിവൃത്തിയില്ലാത്ത കോമ്പിനേഷൻ. ഏട്ടന് ഭയങ്കര ഇഷ്ടമുള്ള കോമ്പിനേഷനാണ്. ആക്ച്വലി ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഏട്ടന് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കോമ്പിനേഷൻ കൊടുത്താൻ തുടങ്ങിയത്. രസവും മീൻ ഫ്രൈ, പിന്നെ മീൻ ഫ്രൈയും ഒരു നിവൃത്തിയില്ല. അപ്പൊ നമുക്ക് ഫിഷ് കടയിൽ ഫിഷ് മോങ്കറിന്റെ അടുത്ത് പോയിട്ട് നല്ല ഇവിടുത്തെ ഒരു ഫിഷ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെയാണോ അതോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതെ, രാവിലെ ചെറിയ ചാറ്റ മഴയൊക്കെ ഉണ്ടല്ലേ. അതെ, രസമുണ്ടല്ലേ ഇങ്ങനെ നടക്കാൻ. സൺഡേ ആയതുകൊണ്ട് വളരെ റിലാക്സ്ഡ് ആണ്. നമ്മളാണെങ്കിൽ ഇങ്ങനെ തന്നെ നടന്നു പോകണൊക്കെ കുറവാണല്ലേ. ആണോ? അല്ല, എല്ലാരും കൂടിയിട്ടാ പോവാ, അല്ലെങ്കിൽ പിന്നെ ഓരോരോ ഓഫീസ് ആവശ്യത്തിന് ഇങ്ങനെ നമ്മളിങ്ങനെ രാവിലെ നടക്കാൻ. ഫിഷ് മേടിക്കാനാന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് വരാൻ താല്പര്യമില്ലല്ലോ. അതെ, നമ്മുടെ ഫിഷ് കട, ക്വാളിറ്റി ഫിഷ്. അതായത് നല്ല ക്വാളിറ്റി ഉള്ള ഫിഷ് കിട്ടും എന്നാണ് അർത്ഥം. പോയി നോക്കിയിട്ട് അറിയാം. അതെ, നമ്മുടെ എന്തായാലും ജാക്കറ്റൊക്കെ നാറും. നല്ല ക്യൂ ഉണ്ട് അകത്ത്. എത്ര നേരം എടുക്കുന്ന വരൂ നോക്കാം. നല്ല രസമുണ്ട് ഫിഷ് കാണാം അല്ലേ. I need to make with sauce. Which one? Tell me something. നമ്മൾ സീബാസ് മേടിച്ചു, കിങ് ഫിഷ് മേടിച്ചു, പ്രോൺ മേടിച്ചു, മത്തി മേടിച്ചു, പിന്നെ ഒരു പുഴമീനും മേടിച്ചു. ഇതിനെല്ലാം കൂടി 50 പൗണ്ടാണ് നമ്മൾ കൊടുത്തത്. ഈക്വലൻ്റ് ടു 4500 രൂപ. ഇതൊന്നും നാട്ടിലെ വിലയുടെ ഏകദേശം അത്ര തന്നെ ഉള്ളൂ അല്ലേ. നല്ല ഫ്രഷ് ആണ്. അപ്പം നമുക്ക് പോയിട്ട് ഉണ്ടാക്കാം. കമോൺ ഗായ്സ്. ചെമ്മീൻ മാത്രം അവർ ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ, ബാക്കി എല്ലാം ആക്ച്വലി അവർ ക്ലീൻ ചെയ്തിട്ടാണ് തന്നത്. മത്തി വരെ ക്ലീൻ ചെയ്തു. മഴ പെയ്യുന്നുണ്ട്, പക്ഷേ ഇത് മര്യാദയ്ക്ക് വെച്ചില്ലെങ്കിൽ ആകെ നാറും, കാറ് നാറും. ഹലോ, ഞാൻ ഒരു 2 ചായയും കൂടി മേടിച്ചു, മസാല ചായ. അപ്പം 2 വടാപ്പാവ്, പിന്നെ ഒരു സമൂസ ചാട്ട്. അല്ല, എനിക്കൊരു സ്ക്രാച്ച് ആൻഡ് വിന്നിൽ ഒരു ഐറ്റം പിന്നെ ഇത് കണ്ടില്ലേ. ഞാൻ വിചാരിച്ച പോലെ ലോട്ടറി ഒക്കെ അടിക്കുന്ന ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യമാണ് ഇപ്പൊ ഒരു എന്താ കിട്ടിയത്? വടാപ്പാവല്ല, സമൂസ പാവ്. അതെന്താണെന്ന് നമുക്ക് നോക്കാൻ പോയിട്ട്. അതുകൊണ്ട് ഞാൻ ഒരു 4 ആൾക്കിന് പകരം 3 മേടിച്ചുള്ളൂ. അപ്പൊ എനിക്കൊന്നും മേടിച്ചില്ല. അല്ല, മേടിച്ചത് സമൂസ പാവാണ്. ഡയറ്റിംഗ് അല്ലേ? ഇതാണ് വടാപ്പാവ്, എൻ്റെ ഫേവറേറ്റ് ആണിത്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഒരു കുഞ്ഞു മുളകുണ്ട്, അതൊന്ന് കടിക്കാം. എന്നിട്ട്
ഇതൊരു സിമ്പിൾ പൊട്ടറ്റോ ഫ്രൈ ആണ്. ഒന്നുമില്ല, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് മുളക് പൊടി, കുറച്ച് സാമ്പാർ പൊടി, ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ ഭയങ്കര ടേസ്റ്റാണ്, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കും, ഇതങ്ങനെ എടുത്തിട്ട് അടച്ച് വെക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് മുരിച്ചെടുക്കുക. ഇതാണ് സംഭവം. ഇത് കണ്ടില്ലേ, ഇതൊരു സ്പാനിഷ് മൺചട്ടിയാണ്. നമ്മുടെ മൺചട്ടി തന്നെയാണ് സംഭവം, പക്ഷേ ഇത് നല്ല ഫിനിഷിംഗ് ആണിത്. മാത്രമല്ല ഇതിൻ്റെ അടിവശം കണ്ടില്ലേ, ഇത് നമുക്ക് ഇതിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അത് ഇൻഡക്ഷൻ കുക്കറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അത് നല്ല സിമ്പിളായിട്ടുള്ള കറിയാണ് കേട്ടോ. ഞാൻ സാധാരണ വെച്ചാൽ എല്ലാ പൊടികളും എടുത്തിട്ട് ഒന്ന് വെള്ളത്തിലാക്കിയിട്ട് ചൂടുവെള്ളത്തിലാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കാറുള്ളത്. നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, മറ്റേ എരിവുള്ള ചില്ലി പൗഡർ, മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം. കുടംപുളിയാണേ. അപ്പോൾ മീൻ തോരൻ നമ്മൾ മത്തി കുഞ്ഞായിട്ട് 3 കട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾക്ക് ഇടേണ്ടത് കുറച്ച് ചെറിയുള്ളിയാണ് വേണ്ടത്. എൻ്റെ അടുത്ത് ഇല്ല, അതുകൊണ്ട് സവോളയാണ്. ഒരു 1/2 സവോള ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ കുറച്ച് കുടംപുളി, പിന്നെ ഇഞ്ചി, പച്ചമുളക്. ഇനി ഇതിനകത്തേക്ക് മഞ്ഞളും ഉപ്പും ഇടും, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ നല്ലൊന്ന് തിരുമ്മാൻ പോവാണ്. കൈ കൊണ്ട് നല്ലൊന്ന് തിരുമ്മിയിട്ട് ഈ മീനിനകത്തിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് കറിവേപ്പിൻ്റെ ഇട്ടിട്ട് അടച്ചു വയ്ക്കും. അത്രയേ ഉള്ളൂ. മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു തുള്ളി വെള്ളം ഒഴിക്കണ്ടേ, കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് അവിടെ അടച്ചു വയ്ക്കുകയാണ്. അത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ മീനിൻ്റെ മസാലയൊക്കെ നല്ല വെട്ടിട്ടുണ്ട്. ഫിഷ് ഇടാൻ പോകണം കേട്ടോ. നമുക്കിപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള പരിപാടികൾ ചെയ്യാം കേട്ടോ. വളരെ സിമ്പിളാണ്. ജിഞ്ചർ ഗാർലിക്, ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വലിയ ഉള്ളി കുറച്ച് ഭാഗം, കുറച്ച് കറി ലീവ്സ്, പിന്നെ നമ്മുടെ സാധാരണ മുളക് പൊടിയും കാര്യങ്ങളും ഇട്ടിട്ട് നല്ലോണം പേസ്റ്റ് ആക്കാം. കുറച്ച് ഉപ്പും നാരങ്ങ നീരൊക്കെ ഇട്ടിട്ട് മഷി പോലെ അരച്ചിട്ട് കേട്ടോ. ഒരു നിവർത്തില്ല, ഇങ്ങനെ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള തക്കാളി രസമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നമുളക്, പിന്നെ കുരുമുളക്, മല്ലി, ഹോൾ മല്ലി, ഇതെല്ലാം കൂടി ഞാൻ ഒന്ന് ചതച്ചെടുക്കും. അതാണ് ആദ്യത്തെ പ്രോസസ്സ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, ജീരകം, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, ഇത് മാത്രമേ ഇട്ടുള്ളൂ. നേരത്തെ അരച്ച് വെച്ച സംഭവമില്ലേ, അതെല്ലാം കൂടി ഇതിനകത്തങ്ങോട്ട് മിക്സ് ചെയ്യുക നമ്മൾ. എന്നിട്ട് നല്ലോണം ചകചകയെന്ന് വഴറ്റുക, ആ ഒരു പച്ചമണം മാറുന്നവരെ. ഓക്കെ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വെളുത്തുള്ളിയും കുറച്ച് ചെറിയുള്ളിയാണ് വേണ്ടത്, ഇത്തിരി വലിയുള്ളി എടുത്തത്, സവാള എടുത്തത്, പിന്നെ തക്കാളിയും കൂടി ഇടുകയാണേ. നല്ല ഇളക്കിയിട്ട് ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത്. പുള്ളിപ്പിടിയാണേ. ഈ പാത്രത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അടിയിൽ പിടിക്കുന്ന മൃദുല കുറേ പ്രാവശ്യം പറഞ്ഞു, എന്നാലും എനിക്ക് ഇതിലുണ്ടാക്കാനാണ് താല്പര്യം. അപ്പോൾ നമുക്ക് നോക്കാം അടി പിടിക്കില്ല എന്ന് കേട്ടോ. നമുക്കിത് പ്രോണും കൂടി വെക്കാം കേട്ടോ. പ്രോൺ പിന്നെ പെട്ടെന്ന് ഉണ്ടാവും, പെട്ടെന്ന് തന്നെ എടുക്കാം. തക്കാളി നല്ല തക്കാളി രസം റെഡി ആയിരിക്കുന്നു. ഇതിനകത്തേക്ക് ഞാൻ മല്ലി ഇങ്ങനെ വാരി വിതറിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, നല്ല പുളി, കുറച്ച് കുരുമുളകും കൂടി. അപ്പോൾ നമുക്ക് കഴിച്ചാലോ. അപ്പോൾ കുറച്ച് ചോറെടുക്കാം. മട്ടേരി അല്ല അല്ലേ?
വെള്ളരി എന്ന് കണ്ടറിയാലോ. പൊന്നിയരിയാണ് പൊന്നി. അല്ലാതെ ഉള്ളി വെറുതെ ഇട്ടിരിക്കുന്നത് ഒരു സ്റ്റൈലാണ്. വെറുതെ ഒരു ഉള്ളി ഇതിൻ്റെ കഷ്ണം മീൻ അറിഞ്ഞെടുക്കാം. മീൻ പീര, മത്തി പൊട്ടറ്റോ ഫ്രൈ. ഗ്യാസാ ഫിഷ്. ട്യൂണ അച്ചാറുണ്ടല്ലോ, എൻ്റെ അനിയൻ്റെ ഭാര്യ ഉണ്ടാക്കിയതാണ്. അപ്പം എനിക്ക് ഇപ്രാവശ്യം ഏറ്റവും നാട്ടിൽ പോയിട്ട് വരുമ്പോൾ കൊടുത്തയച്ചതാണ്. നല്ല ടേസ്റ്റാണ്. നല്ല സ്വാദാണ്. നമ്മൾ ചിക്കൻ അച്ചാറും ട്യൂണ അച്ചാറും ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചു. നല്ല ചൂടുള്ള രസം ഇങ്ങനെ ഒഴിച്ച് ഇളക്കി കുറച്ച് മീൻ ഫ്രൈ ഇങ്ങനെ എടുത്തിട്ട് ഇതാണ് ശരിക്കും സ്വർഗം. എനിക്ക് ഏറ്റവും കഴിക്കാൻ എനിക്ക് കൊതിയാവും. ഞാൻ വരട്ടെ, എനിക്കൊരു വായ തരുമോ? പപ്പടമില്ലാതെ എന്താഘോഷം. ഞാൻ ഏട്ടനും കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ മാത്രം പപ്പടം ഉണ്ടാക്കി കഴിക്കുകയാണ്. അപ്പോൾ കഴിക്കാം. കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. നമ്മൾ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളിത് കഴിക്കുമ്പം ഭയങ്കര സന്തോഷം കേട്ടോ. അതാണ് അപ്പോഴത്തെ ഇന്നത്തെ ഞങ്ങളുടെ ഫിഷ് മേടിച്ചതിൻ്റെ വിശേഷങ്ങൾ. വീണ്ടും ചില വീട്ടുകാര്യങ്ങളോടെ ഞങ്ങൾക്ക് വീണ്ടും വരുന്നതാണ്. ബൈ ബൈ. ബൈ ബൈ.